ആയുർ സൗഖ്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായിട്ട് സേവനം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അർദ്ദിതം അല്ലെങ്കിൽ ഫേഷ്യൽ പാരാലിസിസ് ഓർ ബെൽസ് പാൾസി എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ്. എന്താണ് ഫേഷ്യൽ പാരാലിസിസ്? ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ഫേസ്, പാരാലിസിസ് ക്ഷീണം, മസിലിന് ക്ഷീണം സംഭവിക്കുക, ഫേസിലെ മസിലിന് ക്ഷീണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേക കാരണങ്ങൾ കൂടാതെ തന്നെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുഖത്തിൻ്റെ ഒരു വശം കോടി ഒരു വശത്തേക്ക് തിരിഞ്ഞിരിക്കുക. ഇതാണ് ഫേഷ്യൽ പാരാലിസിസ് അല്ലെങ്കിൽ ബെൽസ് പാൾസി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഫേഷ്യൽ പാരാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഞരമ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ആ ഞരമ്പ് ഫേഷ്യൽ നെർവാണ്, 7ാമത്തെ ക്രേനിയൽ നെർവ്. അതായത് നമ്മുടെ തലച്ചോറിൽ നിന്ന് 12 പേര് ഞരമ്പുകൾ താഴത്തേക്ക് വരുന്നുണ്ട്, തലച്ചോറിൽ നിന്ന് താഴത്തേക്ക്. അതിൽ 7ാമത്തെ നെർവാണ് ഫേഷ്യൽ നെർവ്. ഫേസിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഞരമ്പിൻ്റെ സമൂഹത്തെയാണ് ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത്. ഈ ഞരമ്പിന് ഏതെങ്കിലും തരത്തിലുള്ള അണുബാധയോ ക്ഷതമോ അല്ലെങ്കിൽ ആഘാതമോ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഒരു രോഗവിശേഷമാണ് ഫേഷ്യൽ പാരാലിസിസ് അല്ലെങ്കിൽ ബെൽസ് പാൾസി എന്നുള്ള ആ രോഗമായിട്ട് വരുന്നത്. ഈ ഞരമ്പ് നമ്മൾ തലച്ചോറിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ചെവിയുടെ പുറകെ കൂടെ സഞ്ചരിച്ചിട്ടാണ് അത് ഇറങ്ങുന്നത്. ഫേസിലേക്ക് മുഴുവൻ സപ്ലൈ ഉണ്ട് ആ ഞരമ്പിന്. അപ്പോൾ അതിൻ്റെ പാത, അതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ അത് കടന്നു പോകുന്ന വഴികൾ വളരെ ഇടുങ്ങിയതും ദുർഘടം പിടിച്ച വഴികളിൽ കൂടിയാണ് ഈ നെർവ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഞരമ്പിൽ ഏത് സാധ്യത കൊണ്ടും ഇതിന് അണുബാധയോ അല്ലെങ്കിൽ ആഘാതമോ അല്ലെങ്കിൽ നീർവീഴ്ചയോ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികമാണ്. അതുകൊണ്ട് ഫേഷ്യൽ പാരാലിസിസ് എന്ന് പറയുന്ന ഈ അസുഖം നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമുക്ക് ഉണ്ടാകാവുന്ന ഒരു അസുഖമാണിത്. പിന്നെ ഇത് ചില രോഗങ്ങളോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ ടെമ്പറൽ ബോൺ ഫ്രാക്ചറിനോടനുബന്ധിച്ച്, മിഡിൽ ഇയർ ഇൻഫെക്ഷനോടനുബന്ധിച്ച് ഇങ്ങനെ ഫേഷ്യൽ പാരാലിസിസ് വരാറുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ രാത്രിയിലൊക്കെ നമ്മൾ തലയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ചരിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാറ്റടിക്കുകയാണെങ്കിൽ നേരം വെളുത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുഖം ഒരു വശത്തേക്ക് കൂടിയിരിക്കുന്നുണ്ടാവും. ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ നമ്മൾ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ തല വെച്ച് നമ്മൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് നല്ല തണുത്ത കാറ്റടിച്ച് ഈ ഫേഷ്യൽ നെർവിന് ഏതെങ്കിലും തരത്തിലുള്ള നീർവീഴ്ച വന്നു കഴിഞ്ഞാൽ അത് ഈ ഫേഷ്യൽ പാരാലിസിസ് ആയിട്ട് രൂപപ്പെടും. പിന്നെ നമ്മൾ ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അണുബാധയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഹെർപ്പിസ് സോസ്റ്റർ. അപ്പോൾ ഹെർപ്പിസ് സോസ്റ്ററിൻ്റെ ഒരു ഭാഗമായിട്ടും ഫേഷ്യൽ പാരാലിസിസ് വരാറുണ്ട്. ഇപ്പം നമ്മളുടെ ഹോസ്പിറ്റലിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വീപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല, ഒരു ദിവസം ഒ പിയിൽ വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ മുഖം കൂടിയിരിക്കുകയാണ് എന്നുള്ളൊരു വശത്തേക്ക് കൂടിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സ്റ്റാഫ് പറയണേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഓർത്തിട്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും തണുത്ത വെള്ളത്തിൽ കുളിക്കുകയോ തണുപ്പധികം അടിക്കുകയോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാരണവും അവരുടെ ഓർമ്മയിലില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പേഷ്യനോട് ചോദിച്ചു, ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഫേഷ്യൽ പാരാലിസിസ് ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം ആ പേഷ്യൻറ്റിന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായെന്നാണ് ആ സ്റ്റാഫ് പറഞ്ഞത് എന്നോട്. അപ്പോൾ ഈ തവണ അത് നമ്മുടെ ഒ പിയിൽ വന്ന് നമ്മുടെ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂളിനെ കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ നമ്മൾ ചെറിയൊരു കോഴ്സ് ട്രീറ്റ്മെൻറ്റ് 7 days 15 days ട്രീറ്റ്മെൻറ്റ് കൊടുത്തതേ ടോട്ടലി ശരിയായി ആ പേഷ്യൻ്റ്. അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസാണ്. പിന്നെ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഫേഷ്യൽ നെർവിൻ്റെ സപ്ലൈ ആണ് നമ്മുടെ ഫേസിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഫേഷ്യൽ നെർവിന് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ അണുബാധ അല്ലെങ്കിൽ ക്ഷതം ഇങ്ങനെ എന്ത് ഏറ്റാലും, അതുപോലെ അല്ലെങ്കിൽ നീർവീഴ്ച ഏറ്റാലും അതുമൂലം അവിടെ നിന്ന് ഫേസിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ മസിലിലേക്ക് ഈ ഞരമ്പ് വരുന്ന വഴിയിലുണ്ടാകുന്ന എന്ത് ബുദ്ധിമുട്ടുകളും ഒരു വശത്തേക്ക് കൂടിയിരിക്കും. അപ്പോൾ ഏത് വശത്താണോ നമ്മളുടെ ഈ ഫേഷ്യൽ നെർവിന് ഇഞ്ചുറി ഉണ്ടായത് അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തേക്കാണ് മുഖം കൂടി വരുന്നത്.
അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് റിലേറ്റഡ് വിത്ത് ഫേഷ്യൽ നെർവാണ്. പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് മറ്റൊരു കാരണം, ഇവിടെയൊക്കെ നമ്മൾ ആക്സിഡൻറ്റ് പറ്റി ചതയുക, ടെമ്പറൽ ബോൺ പൊട്ടുക, അവിടെയുള്ള ഒരു ബോണാണ്, തലച്ചോട്ടിയിലുള്ള ഒരു ബോണിനാണ് ടെമ്പറൽ ബോൺ, ഈ സൈഡിലുള്ളതാണ്. അപ്പോൾ ആ ടെമ്പറൽ ബോണിന് ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി അല്ലെങ്കിൽ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ആ ബോൺ പൊട്ടുക, അപ്പോൾ അതിൻ്റെ ഉള്ളിക്കിടേക്കാണ് ഫേഷ്യൽ നെർവ് കടന്നു പോകുന്നത്. അപ്പോൾ ആ നെർവിന് അതുമൂലം ഇഞ്ചുറി ഉണ്ടാകാം. ഇതാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത്. ഇനിയും അതിൻ്റെ ലക്ഷണം എന്താ? ലക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഒരു വശം നമ്മൾ കോടിയിരിക്കും. അപ്പോൾ ആ കോടിയിരിക്കുന്ന വശത്ത് ഉള്ള നമുക്ക് ചിരിക്കാൻ പറ്റില്ല, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ശരിക്കും കടിക്കാൻ പറ്റില്ല, ഇറക്കാൻ പറ്റില്ല, അതിൻ്റെ ആ വായക്കടെ നമ്മൾ ഗ്രിപ്പ് കിട്ടില്ല നമുക്ക്. അപ്പോൾ ഭക്ഷണമൊക്കെ താഴത്തേക്ക് ചാടിപ്പോവും, പിന്നെ തുപ്പലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ വശത്തെ കണ്ണടയ്ക്കാൻ പറ്റില്ല, സൈറ്റിന് ചില പേഷ്യൻസിന് പ്രശ്നം വരും. പിന്നെ നമ്മൾ നെറ്റി ചുളിക്കാൻ പറ്റില്ല, നെറ്റി ചുളിക്കാൻ പറഞ്ഞാൽ നെറ്റി ചുളിക്കാൻ പറ്റില്ല, കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ കണ്ണ് അടയ്ക്കവർക്ക് പറ്റില്ല, രുചിയില്ലാത്ത അവസ്ഥ ചില പേഷ്യൻസിൽ വരും. പിന്നെ അവരോട് പല്ല് നന്നായിട്ട് കടിച്ച് പിടിച്ചിട്ട് നമ്മളോട് ചിരിക്കാൻ പറയും, പല്ല് കടിക്കാൻ പറയും. അവർക്ക് പല്ല് കടിക്കുമ്പോൾ നമുക്കറിയാം ഒരു വശത്തേക്ക് ഇങ്ങനെ കൂടിപ്പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചയെ തന്നെ നമുക്കറിയാം അതിൻ്റെ ലക്ഷണം എന്താണെന്ന്. ഒരു വശത്തേക്ക് മുഖം കൂടിയിരിക്കുന്ന അവസ്ഥയാണ് ഈ അർദ്ദിതം അല്ലെങ്കിൽ ഫേഷ്യൽ പാരാലിസിസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹെമിപ്ലീജിയ, ഒരു വശം തളരുക എന്നുള്ള സ്ട്രോക്ക് വന്നിട്ട് അല്ലെങ്കിൽ ക്ലോട്ട് വന്നിട്ട് തലച്ചോറിൽ വന്നിട്ട് നമ്മൾ ഒരു വശം തളർന്നു എന്നൊക്കെ പറയുമല്ലോ, അതായത് ഹെമിപ്ലീജിയ എന്ന് പറയും, അല്ലെങ്കിൽ പക്ഷവധം എന്ന് പറയും. ഒരു വശം അത്ര ക്ഷീണം സംഭവിക്കുക, പാരാലിസിസ് സംഭവിക്കുക. ആ കേസിലും അതിനോടനുബന്ധമായിട്ടും ഈ ഫേഷ്യൽ പാരാലിസിസ് വരും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വരും ഫേഷ്യൽ പാരാലിസിസ് ഒറ്റയ്ക്ക്, അതുപോലെ തന്നെ ഹെമിപ്ലീജിയോട് ചേർന്നിട്ടും ഫേഷ്യൽ പാരാലിസിസ് വരും. അപ്പോൾ അത് രണ്ടും നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ കോസസ് പറഞ്ഞു, എന്താണ് അതിൻ്റെ എത്ര പേരിൽ, ഇത് 1,00,000 പേരിൽ 50-60 പേർക്ക് ഈ രോഗം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അത് 70 വയസ്സ് കഴിഞ്ഞവർക്കാണ് കൂടുതലായിട്ട് ഈ രോഗം വരുന്നത്. പക്ഷേ അതല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ സ്റ്റാഫ് 10-30 വയസ്സായിട്ടുള്ളൂ. അങ്ങനെ ചെറുപ്പക്കാർക്കും ഇത് വരുന്നുണ്ട്, യങ് പീപ്പിളിനൊക്കെ ഇത് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ സ്ട്രെസ്സുള്ളവർ, ഉറക്കൊളിക്കുന്നവർ, തണുപ്പടിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ, പിന്നെ ഇതുപോലെ ഇഞ്ചുറി സംഭവിക്കുന്ന ആക്സിഡൻറ്റ് കേസുകളിൽ ഒക്കെ ഇതിൻ്റെ റിസ്ക് ഫാക്ടറായിട്ട് ഇങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് ഫേഷ്യൽ പാരാലിസിസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ അതിൻ്റെ കോംപ്ലിക്കേഷൻ? ഇപ്പോൾ ഫേഷ്യൽ പാരാലിസിസ് വന്നോ നമ്മളത് മൈൻഡ് ചെയ്തില്ല, നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് കൊടുത്തില്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന് കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത്? അതിൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വശത്തെ കണ്ണിന് ചിലപ്പോൾ സൈറ്റിന് പ്രശ്നം ഉണ്ടാകാം. പിന്നെ അതോടൊപ്പം തന്നെ ഈ മസിൽസ് അത് അങ്ങനെ കൂടി തന്നെ ഇരിക്കും, അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. പിന്നെ ഈ വശത്തെ മസിൽസും അതുപോലെ തന്നെ കണ്ണ് അടയ്ക്കാൻ സാധിക്കാതെ, അതായത് ഭക്ഷണം ചവയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് പഴകിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് അത് നയിച്ചു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഇതിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ആയുർവേദത്തിൽ ഇതിന് പക്ക നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ആയുർവേദത്തിൽ. അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ വരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ നിങ്ങൾ നല്ലൊരു ക്ലിനിക്കൽ ഡോക്ടറിൻ്റെ അടുത്ത് നിങ്ങൾ പോയി ഇതിന് കൺസൾട്ടേഷൻ ചെയ്യണം. സിമ്പിളായിട്ട് നാളെ മാറും മറ്റന്നാൾ മാറും എന്ന് ഓർത്ത് ഇരിക്കരുത്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ ഇതിന് ഇൻറ്റേർണൽ മെഡിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില എല്ലാ കേസുകളും അഡ്മിറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞ ആൾ വന്നപ്പോൾ ഞാൻ ധനനയനാദി കഷായം, അതുപോലെ തന്നെ ക്ഷീരബല, മഹാരാജ പ്രസാരണി തൈലം 7 ഡ്രോപ്സ്, പിന്നെ ബലാതൈലം കൊടുത്തു. പിന്നെ അതിന് ക്ഷീരബലയാണ് പ്രധാനമായിട്ടുള്ള നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് കൊടുക്കുന്നത്. ക്ഷീരബല തൈലമാണ് നമ്മൾ, അതായത് ഏത് വശത്തേക്കാണോ കോടിയിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തേക്കാണ് നമ്മൾ മസാജ് കൊടുക്കേണ്ടത് പേഷ്യൻറ്റിന്. അപ്പോൾ ക്ഷീരബല തൈലം കൊണ്ട് നമ്മൾ മസാജ് കൊടുക്കാം, ധന്വന്തരം തൈലം അതിന് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു പരിധി വരെ നെർവൈൻ ടോണിക്കായിട്ടുള്ള കുറുന്തോട്ടി ചേർന്നിട്ടുള്ള എല്ലാ റെസിപ്പീസും ഇതിന് ഉപകാരപ്രദമാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഇൻറ്റേർണൽ മെഡിക്കേഷൻസായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മെഡിക്കേഷൻസ് കൊടുത്തു, മസാജ് കൊടുത്തു, ആ സ്റ്റാഫിന് വിട്ടു. ആ സ്റ്റാഫ് 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 70% അത് വ്യത്യാസപ്പെട്ടിട്ടാണ് ഒ പിയിൽ വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഈ ട്രീറ്റ്മെൻറ്റ് തന്നെ ഒരു 15 ഡേയ്സും കൂടി തുടരാൻ പറഞ്ഞു. ഇനി അങ്ങനെയല്ല, കുറച്ച് പഴകി
അങ്ങനെയൊക്കെയുള്ള കേസുകൾ നമ്മൾ അഡ്മിഷൻ തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്യും ആ പേഷ്യൻസിന്. അപ്പോൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രധാനമായിട്ട് അർദ്ധിതേ നാവനം ഹിതം, അതായത് അർദ്ധിതത്തിൽ, അതായത് ഫേഷ്യൽ പാരാലിസിസിൽ നാവനം എന്ന് പറയുന്ന നസ്യമാണ് ഹിതമായിട്ടുള്ളത്. നസ്യം നമ്മൾ കൊടുക്കണം. അതായത് മൂക്കിൽ ക്ഷീരബല കൊണ്ടോ ധന്വന്തരം ആവൃത്തി കൊണ്ടോ നമ്മൾ നസ്യം കൊടുക്കണം. അത് 7 ദിവസമാണ് നസ്യം കൊടുക്കേണ്ടത്. മർശനസ്യമാണ് കൊടുക്കേണ്ടത്. അതിന് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. തല കുളിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നസ്യം കൊടുക്കണം. അങ്ങനെ 7 ഡേയ്സ് നസ്യം കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ക്ഷീരധൂമം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക തെറാപ്പി ഉണ്ട്, അതാണ് നമ്മൾ കൊടുക്കുക. എന്താണ് ക്ഷീരധൂമം? ക്ഷീരധൂമം എന്ന് പറയുന്നത് ആയുർവേദക്കാർക്ക് പ്രത്യേകം പെട്ടെന്ന് മനസ്സിലാവും നാഡീസ്വേദമാണ് എന്ന് പറഞ്ഞൊരു നമ്മൾ ഒരു പോട്ടിൽ, ഒരു വെസലിൽ നമ്മൾ നമ്മുടെ കുറുന്തോട്ടി, പാല് ഒക്കെ ചേർത്ത് നമ്മൾ കഷായം ഉണ്ടാക്കിയിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് അതിൽ നിന്ന് സ്റ്റീം ഒരു കുഴലിൽ കൂടെ നമ്മൾ ഫേസിലേക്ക് ആ സ്റ്റീം ഇങ്ങനെ കൊടുക്കും. അപ്പോൾ തൈലം നന്നായിട്ട് പുരട്ടി, ക്ഷീരബലമൊക്കെ പുരട്ടി നന്നായിട്ട് മസാജൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ സ്റ്റീം ഫേസിലേക്ക് ഇങ്ങനെ കൊടുക്കും. കുറച്ച് ദൂരം തന്നെ സ്റ്റീം കൊടുക്കും. അതാണ് ക്ഷീരധൂമം എന്ന് പറയും ഇതിനെ. അപ്പോൾ അത് 7 to 14 ഡേയ്സ് 7 ദിവസം കൊടുത്തിട്ട് നോക്കും നമ്മൾ. 7 ദിവസം നസ്യം കൊടുക്കും, പിന്നെ ക്ഷീരധൂമം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 14 ദിവസം കൊണ്ട് തന്നെ പേഷ്യൻറ്റ് പിക്കപ്പായിട്ട് ഒരു 80-85% ഓക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആവശ്യം വന്നാലേ വീണ്ടും ഒരു 7 ദിവസം കൂടി ക്ഷീരധൂമം കൊടുക്കാൻ പറയും. സാധാരണ 14 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ്, 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പേഷ്യൻറ്റ് ഒരു 80-85% പിക്കപ്പ് ചെയ്ത് പോവും. പിന്നെ നമ്മൾ മരുന്നുകൾ ഫോളോ അപ്പ് പറയും. പിന്നെ അവർക്ക് തൈലം, ക്ഷീരബല തൈലമൊക്കെ തുടർന്ന് കുറച്ചുകൂടെ നാൾ പുരട്ടാൻ പറയും. ഇൻറ്റേർണൽ മെഡിക്കേഷൻ കുറച്ചും കൂടെ നാൾ ചെയ്യണമെന്ന് പറയും. 15 ദിവസം കഴിഞ്ഞ് പേഷ്യൻറ്റിനോട് വരാൻ പറയും. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ IP കിടക്കണ രോഗികൾക്ക് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കണേ. എല്ലാ കേസും അഡ്മിഷൻ ആവശ്യമില്ല. ചില കേസുകൾ പ്രിലിമിനറി ഇതിൽ ഇൻറ്റേർണൽ മെഡിക്കേഷൻ ഉള്ളിലേക്ക് ഔഷധങ്ങൾ കൊടുത്ത് മസാജ് ചെയ്യാൻ ക്ഷീരബലയൊക്കെ കൊടുത്ത് വിട്ടാൽ മതി. അങ്ങനെയുള്ള കേസിന് അഡ്മിഷൻ ആവശ്യമില്ല. ഇനി ഇതിൻ്റെ പഥ്യാപഥ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാദത്തിന് പറ്റിയ പഥ്യാഹാരങ്ങൾ, ചൂടുള്ള ആഹാരം എപ്പോഴും കൊടുക്കണം. വെജിറ്റേറിയൻ ഡയറ്റ്, ചൂടുള്ള ആഹാരങ്ങൾ, സൂപ്പുകളൊക്കെ കൊടുക്കാം നമുക്ക്. സൂപ്പ് നല്ലതാണ്. പിന്നെ അപഥ്യമെന്ന് പറയുന്നത് നമ്മൾ പുളി, അതുപോലെ തന്നെ തൈര്, മോര്, അതുപോലെ കൂടുതൽ മസാലകൾ, തണുത്ത ആഹാരങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കണം. അത് ഏറ്റവും പ്രധാനമാണ്. കുറച്ച് നാളത്തേക്ക് സ്കാർഫൊക്കെ കെട്ടിയിട്ട് വേണം പുറത്ത് പോകാനെന്ന് പറയും. തണുത്ത് ഒരു ഈർപ്പം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ തല കുളിക്കരുതെന്ന് പറയും. തുടക്കത്തിൽ തല കുളിക്കാനേ പാടില്ല. പിന്നീടായാലും തലകുളി കുറച്ച് നാളത്തേക്ക് അവോയ്ഡ് ചെയ്യാൻ പറയണം. കുളിച്ചാൽ തന്നെ ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് തല കഴുകാൻ പറയണം. അപ്പോൾ തണുപ്പ് അടിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്തരീക്ഷങ്ങളും അല്ലെങ്കിൽ സാധ്യതകളും ഒഴിവാക്കണം. പിന്നെ വായിൽ കവിൾക്കൊള്ളാനായിട്ട് ചില തൈലങ്ങളുണ്ട്, ഗണ്ടൂഷ് എന്ന് പറയും. പിന്നെ മസാജുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ OPയിൽ വരുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ചൂട് പ്രയോഗങ്ങൾ എപ്പോഴും ഈ രോഗത്തിന് ഹിതകരമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ OPയിൽ വന്നിട്ടുള്ള എല്ലാ കേസും തന്നെ, ഒരുവിധം കേസുകൾ, ഒത്തിരി കേസല്ലെങ്കിൽ നമുക്ക് വരാറുണ്ടത്. അതൊക്കെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇഫക്റ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള അനുഭവങ്ങളാണ് നമുക്കുള്ളത്. പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തണുപ്പടിക്കുക, നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും നമ്മുടെ തലേനെ കവർ ചെയ്തിട്ട് വേണം, പ്രത്യേകിച്ച് AC വണ്ടിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ തണുപ്പടിക്കാതിരിക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഈ രോഗത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഇതിൻ്റെ ലക്ഷണം, ഇതിൻ്റെ നിദാനം, കാരണങ്ങൾ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ നെർവ് സ്റ്റഡി നമുക്ക് വിടാം. നെർവ് സ്റ്റഡി ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് നമുക്ക് വിടാം. അതൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയാണ്. പിന്നെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റുകളിലൂടെ കടന്നു പോവുക, കുറച്ച് റെസ്ട്രിക്ഷൻസ്, അതിൻ്റെ പ്രിവെൻഷൻ, തണുത്ത പ്രതലത്തിലുള്ള എല്ലാവിധ എക്സ്പോഷറും നമ്മൾ ഒഴിവാക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇതിന് നമ്മൾ പറഞ്ഞിട്ടുള്ള ചികിത്സാ രീതികളും അതിൻ്റെ ഗുണങ്ങളും. പക്ഷാഘാതം വരുന്ന രോഗികളിൽ എങ്ങനെയാണ് ഫേഷ്യൽ പാരലൈസിസ് വരുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ചില കേസുകളിൽ ഒള്ളി ഫേഷ്യൽ പാരാലിസിസ്, അർദ്ധിതം മാത്രം വരും. അത് സിമ്പിളാണ്. നമുക്കത് ട്രീറ്റ് ചെയ്ത് ഇവിടെ ഫേഷ്യൽ നെർവിന് എന്തോ ചെറിയ ഇഞ്ചുറി വന്നതിന് പ്രതി, അല്ലെങ്കിൽ എന്തെങ്കിലും നിർവീക്കം വന്നതിന് പ്രതി ഉണ്ടായതാണ്. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷാഘാതമായിട്ട് കണക്റ്റഡായി എന്ന് പറയുന്നത്, പക്ഷാഘാതം വരുന്ന പേഷ്യൻറ്റിൽ, ഒരു വശം തളർന്ന പേഷ്യൻറ്റിൽ അതിനോടനുബന്ധമായിട്ട് ഫേഷ്യൽ പാരാലിസിസ് വരും. മറ്റത് പ്യുവർ
ഫേഷ്യൽ പാരാലിസിസ്. ഇത് അസോസിയേറ്റഡ് വിത്ത് ഹെമിപ്ലീജിയ, പക്ഷവധവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അർദ്ദിതം. അതാണ് അത് തമ്മിലുള്ള ബന്ധം. അപ്പോൾ പക്ഷാഘാതമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അർദ്ദിതത്തിനെ നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നമ്മൾ കാണണം, നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഒരു വശം തളർന്ന ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ഒരുപാട് പറയുന്നുണ്ട് പക്ഷവധത്തിന്. നസ്യവും അതുപോലെ തന്നെ തലയ്ക്ക് ധാര, ശിരോവസ്തി, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറേ പിഴിച്ചിൽ, ഇലക്കിഴികൾ, അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടി പക്ഷവധം നേരെയാവുന്നതോടുകൂടി ഈ ഫേഷ്യൽ പാരാലിസിസും ഇതിനോടനുബന്ധിച്ച് നേരെയായി വരും. ക്ഷീരഗൂമം ഈ അസുഖത്തിന് എത്രത്തോളം ഫലപ്രദമാണ്? ക്ഷീരധൂമം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ പേഷ്യൻ്റ് 85% ഓക്കെ ആകുന്നതാണ്. അതിനകത്തുള്ള മെയിൻ കണ്ടൻറ്റ് കുറുന്തോട്ടിയാണ്. ക്ഷീരബലയിലുള്ള ആ ക്ഷീരധൂമത്തിലുള്ള മെയിൻ കണ്ടൻറ്റ് പാലും കുറുന്തോട്ടിയുമാണ്. കുറുന്തോട്ടി എന്ന് പറയുന്നത് വാതകരമാണ്, നെർവൈൻ ടോണിക്കാണ്. അപ്പോൾ ആ നെർവൈൻ ടോണിക് ആയതുകൊണ്ടാണ് അത് തിളപ്പിച്ച് അതിലൂടെ വരുന്ന സ്റ്റീം, പിന്നെ അതൊരു സ്വേദനകർമ്മമാണ്. അപ്പോൾ നമ്മൾ എല്ലാ വാതരോഗം, ഇതൊരു വാതരോഗമായിട്ടാണ് ആയുർവേദം പറയുന്നത്. 80 വാതരോഗങ്ങൾ ഉള്ളതിൽ ഒരു വാതരോഗമാണ് അർദ്ദിതം അല്ലെങ്കിൽ ഫേഷ്യൽ പാരാലിസിസ്. അപ്പോൾ എല്ലാ വാതരോഗങ്ങൾക്കും സ്നേഹനം, സ്വേദനം, അതായത് എണ്ണ പുരട്ടുക, വേർപ്പിക്കുക, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂളാണ്, പൊതുവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണത്. അപ്പോൾ ഈ രോഗത്തിൽ അതിൽ കുറുന്തോട്ടി ഉപയോഗിക്കുന്നുണ്ട്. കുറുന്തോട്ടി ഒരു നെർവൈൻ ടോണിക്കാണ്, അത് മസിൽ റിലാക്സൻ്റ് ആണ്, മസിൽ സ്റ്റിമുലൻ്റ് ആണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ ക്ഷീരധൂമം ഇതിന് അർദ്ദിതത്തിൽ ഇഫക്റ്റീവായിട്ട് വരുന്നത്. അർദ്ദിതത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് വിശദീകരിക്കാമോ? അർദ്ദിതത്തിന് നമ്മൾ സാധാരണ രീതിയിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് CT സ്കാൻ, പിന്നെ MRI സ്കാൻ, ഇത് രണ്ടും നമ്മൾ അതിൻ്റെ ഇൻറ്റേർണലായിട്ട് ആ നെർവിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് നമ്മൾ ഈ 2 ഉപാധികളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പ്രചാരമായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്, CT സ്കാനും MRI സ്കാനും. ഇത്തരം രോഗികളിൽ നിന്ന് രോഗിക്കുണ്ടാകുന്ന മാനസിക ആഘാതം വളരെ വലുതാണ്. എവിടെ ചികിത്സിക്കണമെന്ന കൺഫ്യൂഷനിൽ നിന്ന് ആയുർവേദത്തെ തിരഞ്ഞെടുത്താൽ അതിനായി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലുകൾ ഇന്ന് കേരളത്തിലുണ്ടോ? അതായത് ഈ ഫേഷ്യൽ പാരാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആയുർവേദ ഡോക്ടറും അതിനെക്കുറിച്ചിട്ട് അവർക്ക് വളരെ അറിവുള്ളവരാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 80 വാതരോഗങ്ങളിൽ പെട്ട ഒന്നാണ് അർദ്ദിതം. അർദ്ദിതത്തിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒരുവിധം എല്ലാ അഡ്മിറ്റഡ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലും ലഭ്യമാണ്. അതിന് സ്പെഷ്യലായിട്ടൊരു ഹോസ്പിറ്റലിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആയുർവേദ ആശുപത്രികളിലും ഈ അർദ്ദിതം ചികിത്സിക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ അറിയപ്പെടുന്ന സെൻറ്റേഴ്സായിട്ട് പറയുന്ന സെൻറ്റേഴ്സുകളുണ്ട് ആയുർവേദത്തിൻ്റെ. സാധാരണ എല്ലാവരും അങ്ങോട്ടേക്കാണ് പോകുന്നത്. ശരി, എന്നിരുന്നാലും എല്ലാ ആയുർവേദ ഹോസ്പിറ്റൽസിലും അർദ്ദിതത്തിന് ഫലപ്രദമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിനെല്ലാ ഡോക്ടേഴ്സും അതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ വളരെ സുഗമമായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം അങ്ങനെ സമയത്താണ് ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മൾക്ക് ഇങ്ങനെ ഒരു മുഖം ഒരു വശത്തേക്ക് കൂടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മെൻ്റൽ ഷോക്ക് ഉണ്ടാകാം രോഗികൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു ക്ലിനിഷ്യൻ്റെ അടുത്ത് നമ്മൾ കൺസൾട്ടേഷന് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ആ കൺസൾട്ടേഷന് പോയി കഴിയുമ്പോൾ അദ്ദേഹം ഒരു പക്ഷേ MRIയോ CT സ്കാനോ എന്തെങ്കിലും മറ്റേതെങ്കിലും ഹെമിപ്ലീജിയയായിട്ട് ബന്ധപ്പെട്ട് വന്ന ഫേഷ്യൽ പാരാലിസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് MRI അല്ലെങ്കിൽ CT സ്കാൻ അങ്ങനെ പോലത്തെ ടെസ്റ്റുകളുണ്ട്, പരിശോധനകളുണ്ട്. അതിന് നമ്മൾ വിധേയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ ഹെമിപ്ലീജിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫേഷ്യൽ പാരാലിസിസ് അല്ല ഇത്, നമുക്ക് മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യാവുന്ന കേസാണെന്ന് മനസ്സിലാകും. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രതിവിധി ഒരു ഇഫക്റ്റീവായിട്ടുള്ള കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ഒരു 1 വീക്ക് ഗ്യാപ്പിൽ പതുക്കെ അതിൻ്റെ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു കുറച്ചുകൂടെ നാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇനി ആവശ്യമാണെങ്കിൽ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ആയുർവേദത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ഷീരധൂമം പോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ, നസ്യം പോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കണം. ചില കേസിൽ ഇലക്കിഴി മസാജ് മാത്രമല്ല ഇലക്കിഴിയും കൊടുക്കേണ്ടി വരും. പിന്നെ വായിൽ ചില സ്പെഷ്യൽ ഇതൊക്കെ കവിൾക്കൊള്ളിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ഇഫക്റ്റ് കിട്ടും. അങ്ങനെ അത്ര പേടിക്കേണ്ട ഒരു രോഗമായിട്ട് ഇതുവരെയും ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ അങ്ങനെ വന്നിട്ടില്ല. കാരണം ഇത് മാത്രമായിട്ടാണ് പല കേസിലും വന്നിരിക്കുന്നത്.
മറ്റേതിനോട് ചേർന്ന് പക്ഷപാതത്തോട് ചേർന്ന് വന്നിരിക്കുന്നത് വളരെ റെയറായിട്ടാണ് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഫേഷ്യൽ പാരാലിസിസിൻ്റെ അതെന്താണ്, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂളിനെ കുറിച്ചിട്ട് അല്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീണ്ടും പറയുകയാണ്, നല്ലൊരു ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. പിന്നെ ഇതിനകത്തൊക്കെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഒരു മനസ്സൊക്കെ ശാന്തമാക്കി ഒരു പ്രയർഫുൾ മൂഡിൽ എന്ത് വന്നാലും ദൈവം അറിയാണ്ട് ഒന്നും വരുന്നില്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരികയാണ് വേണ്ടത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ രോഗിയുടെ മനസ്സിൻ്റെ സ്വസ്ഥത ശരീരത്തിൻ്റെ സ്വസ്ഥതയെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതായത് മനസ്സ് ടെൻഷനായ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം വ്യാകുലപ്പെടും. ശരീരം വ്യാകുലപ്പെട്ട മനസ്സ് വ്യാകുലപ്പെടും. ഇത് പരസ്പരം നെയ്യും ചൂടാക്കിയ നെയ്യും കുടത്തിൽ ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു റിലേഷൻ പോലെയാണ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രയർഫുൾ അറ്റ്മോസ്ഫിയർ, ഒരു സ്പിരിച്വൽ ലൈഫ്, അതായത് മാനസിക ആരോഗ്യം, ശാരീരിക ആരോഗ്യം, ആത്മീയ ആരോഗ്യം, ഇത് മൂന്നും ഒരു ഹോളിസ്റ്റിക് ഹെൽത്തിന് ആവശ്യമാണ്. സമഗ്രമായ ആരോഗ്യത്തിന് ഇത് മൂന്നും ആവശ്യമാണ്. അത് മനസ്സിലാക്കി നമ്മൾ ഒരു സ്പിരിച്വൽ പേഴ്സണായിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരിക, മനസ്സ് ശാന്തമാക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, ലൈക്ക് ബൈബിൾ റീഡിങ്, അല്ലെങ്കിൽ നല്ല ഗുഡ് ബുക്സ്, ഹാവിങ് ഗുഡ് ഫ്രണ്ട്സ്, പിന്നെ മെഡിറ്റേഷൻ, ഇതൊക്കെ സൈലൻ്റായിട്ട് കുറച്ച് സമയമൊക്കെ ഇരിക്കാൻ പഠിക്കുക. ഇതൊക്കെ നമ്മുടെ ലൈഫിന് വളരെ ആവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ ആർദ്രതയെക്കുറിച്ച് സംസാരിച്ചു. ഒരുവിധം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ആയുരാരോഗ്യങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ഞാൻ ആശംസിക്കുന്നു. നന്ദി. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.